ഡിജിറ്റൽ പണവിനിമയ സംവിധാനങ്ങളിലൂടെ പണമെത്തിയവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വ്യാപകമായി മരവിപ്പിക്കുന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്കിടയിൽ കേരളത്തിൽ തന്നെ 2000-ലേറെ പേരുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത് എന്നാണ് വിലയിരുത്തൽ. ഓൺലൈൻ പണമിടപാട് സംവിധാനമായ ജിപേ, ഫോൺപേ, പേടിഎം തുടങ്ങിയ UPI സേവനങ്ങളിലൂടെ പണം സ്വീകരിക്കുന്ന ചെറുകിട വ്യാപാരികൾ, വിദേശങ്ങളിൽ നിന്ന് അനധികൃത മാർഗങ്ങളിൽ പണം അയക്കുന്നവർ, ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുന്നവർ എന്നിവരാണ് കൂടുതലും ഈ പ്രതിസന്ധി നേരിടുന്നത്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെത്തുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. തട്ടിപ്പിന് ഇരയാകുന്ന വ്യക്തി പോർട്ടലിൽ പരാതി സമർപ്പിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടികൾക്കായി അതത് സംസ്ഥാനത്തെ പോലീസിനെ അറിയിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്ന തരത്തിലാണ് ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം തട്ടിപ്പുകാർ തുക സുരക്ഷിതമാക്കാൻ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുകയോ ചെയ്യാറുണ്ട്. അതിന്റെ വിവരങ്ങൾ കണ്ടെത്തിയാണ് പോലീസ് ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്. UPI വഴി മാത്രമല്ല, നെഫ്റ്റ്, RTGS, അക്കൗണ്ട് ട്രാൻസ്ഫർ, ചെക്ക് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഇടപാടുകൾ നടത്തിയ അക്കൗണ്ടുകളും മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അഥവാ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനായി നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നത് എന്താവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകളും തിരിച്ചറിയൽ രേഖകളും എന്നിവ പരാതിക്കാരന്റെ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇത് പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലായതിനാൽ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടവർ ദുരിതത്തിലാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുക്കാനുള്ള സംവിധാനം വന്നാൽ കൂടുതൽ എളുപ്പമായിരിക്കും. ഇനി തട്ടിപ്പിൽ പെടാതിരിക്കാനായും അക്കൗണ്ട് മരവിപ്പിക്കപ്പെടാതിരിക്കാനായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്നാമതായി, പരിചയമില്ലാത്തവരിൽ നിന്ന് പണം സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി, ഉപഭോക്താക്കളിൽ നിന്ന് പണം സ്വീകരിക്കാനും മറ്റു വ്യാപാര ഇടപാടുകൾക്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കരുത്. പകരം വ്യാപാര ആവശ്യങ്ങൾക്ക് കറന്റ് അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയ അംഗീകൃത മാർഗങ്ങൾ മാത്രം ഉപയോഗിച്ച് വേണം പണം അയക്കാൻ. ഇനി മുതൽ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാൻ. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതായിരിക്കും.